തോമസ് മാഷേ, സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം ആദ്യം കാണുന്നുള്ളത്. അതെ. പക്ഷെ എനിക്ക് വളരെ സന്തോഷം തോന്നി. സന്തോഷമല്ല, ഒരു സ്ട്രെയിഞ്ചായിട്ട് തോന്നിയ കാര്യം, ഞാൻ ആദ്യമായിട്ടാണ് ഒരു കൃസംഗിയോട് സംസാരിക്കുന്നത്. മാഷിനെ കൃസംഗിന്ന് ഞാൻ വിളിച്ചതല്ല. ഇപ്പോൾ നമ്മൾ അല്പം മുമ്പ് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറിനെ കണ്ടപ്പോൾ ജയശങ്കറാണ് പറഞ്ഞത്, ആ കൃസംഗിയാണല്ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനൊരു പേര് വിട്ടിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകരും ചിലപ്പോൾ ഒരു കൃസംഗി എന്ന് വിളിപ്പേര് വീണ ജയശങ്കറിനെ പോലെ ഒരാൾ വിളിച്ചാൽ അതൊരു ക്രെഡിറ്റാണ് അല്ലേ? ആയിക്കോട്ടെ. ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ഒരു ആളാണ് അദ്ദേഹമാണ് മാഷിനെ ഒരു ബഹുമതി തന്നത്. ഏതായാലും കൃസംഗി എങ്കിൽ കൃസംഗി. ഈ ഞാനൊരു സംശയം ചോദിക്കട്ടെ, സുരേഷ് ഗോപിയും കർത്താവ് യേശുവും തമ്മിൽ വല്ല സാമ്യമുണ്ടോ? അത് സാമ്യം കണ്ടെത്തിയിട്ടുണ്ട് ഒരാൾ, നമ്മുടെ ചോദിച്ചത് റെജി ലൂക്കോസ് ഒരു പടമൊക്കെ വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. CPM ഒരു വെള്ളം കോരി. അതെ അതെ അതെ, സഹയാത്രികൻ എന്നൊക്കെ പറഞ്ഞാണ് ടി വിയിൽ വരുന്നത്. പക്ഷേ ഈ CPM വിനാശത്തിൽ പിണറായിക്ക് കുഴിവെട്ടലാണ് നമ്മുടെ മെയിൻ പരിപാടി. എന്തായാലും അദ്ദേഹം CPM ഒരിടത്ത് കുഴിയിൽ ചാടിച്ചിട്ട് ഇരിക്കുള്ളൂ എന്നാണ് ഈ റെജി ലൂക്കോസ്. ഞാൻ ഇന്നലെ എൻ്റെ ഫേസ്ബുക്കിൽ ഊളയാണെങ്കിലും റെജി ലൂക്കോസിന് നന്ദി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു. കാരണം പുള്ളി കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു, സുരേഷ് ഗോപിക്ക് എനിക്ക് ക്രൈസ്റ്റിനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നൊരു മനുഷ്യനാണ്. എനിക്ക് മാഷക്കറിയാലോ, എനിക്ക് ജ്യൂസിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു ജൂതൻ കൂടിയായ കർത്താവിനോടുള്ള ഇഷ്ടം സ്വാഭാവികമാണ്. പക്ഷേ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ജീസസിൻ്റെ. സുരേഷ് ഗോപി ഏതാണ്ട് അതുപോലൊക്കെയാണ്. അദ്ദേഹം ആരെയും ദ്രോഹിച്ചതായി ഇന്നുവരെ കേട്ടിട്ടില്ല. ഞാനൊരിക്കൽ അദ്ദേഹത്തിന് എൻ്റെ ഒരു ദീർഘകാലത്തെ സുഹൃത്താണ്. മുമ്പ് തിരുവനന്തപുരത്ത് FIR എന്ന് പറയുന്ന ഷാജി കൈലാസൻ്റെ ഒരു സിനിമ, ഈ സിനിമ കഴിഞ്ഞിട്ട് അദ്ദേഹവും ഞാനും കൂടെ എൻ്റെ നാട്ടിൽ ഞാൻ വിളിച്ചൊരു പരിപാടിക്ക് സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയത്ത് ഷൂട്ട് കഴിഞ്ഞു, നേരെ കാറിൽ കയറി ഞങ്ങളിങ്ങ് പോരുകയാണ്. പോന്നിട്ട് ഈ കരുനാഗപ്പള്ളി അടുത്തെത്തുമ്പോൾ അവിടെ ഒരു കടുവാപ്പള്ളി എന്ന് വിളിക്കുന്നൊരു പള്ളിയുണ്ട്, ഒരു മുസ്ലിം പള്ളിയാണ്. അതിൻ്റെ വാതിൽക്കലെത്തി. അപ്പോൾ ഇദ്ദേഹം പുറകിൽ ബാക്ക് സീറ്റിൽ കോൺടസ കാറിൽ, അത് കോൺടസ കാറാണ്, കോൺടസയുടെ ബാക്ക് സീറ്റിൽ അദ്ദേഹം ഇരിക്കുന്നു, ഫ്രണ്ടിൽ ഞാനും ഡ്രൈവർ ഇരിക്കുന്നു. അവിടെ വന്നപ്പോൾ വണ്ടി നിന്നു. അപ്പോൾ റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരാളെ അദ്ദേഹം വിളിച്ചു. അയാൾ അടുത്തേക്ക് വന്നു, ഗ്ലാസ് താത്തിപ്പോഴാണ് സുരേഷ് ഗോപി എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായ എക്സൈറ്റ്മെൻറ്റ് ഞാൻ കാണുന്നത്. എന്നിട്ട് ഒരു 100 രൂപയുടെ നോട്ട് എടുത്തിട്ട് സുരേഷ് ഗോപി പറഞ്ഞു, ഞാൻ കാണിക്കാൻ വേണ്ടിയിടാൻ പറഞ്ഞു, മുസ്ലിം പള്ളിയിൽ. അതാണ് സുരേഷ് ഗോപി. അദ്ദേഹം ഒരു എല്ലാ മതങ്ങളോടും ബഹുമാനിക്കുന്ന, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന. അത് മാത്രമല്ല, അത് നോട്ട് ഫോർ ഷോ. അതെ അതെ, നോട്ട് ഫോർ ഷോ. ഞങ്ങൾ 3 പേരും മാത്രമേ കാറിലുള്ളൂ. ആ കാറ് മറ്റാരും കാണുന്നില്ല. അപ്പോൾ വണ്ടി നിൽക്കുന്നു, ഗ്ലാസ് താത്തുന്ന ഒരാളെ വിളിക്കുന്നു, അയാൾ വന്ന് കുനിഞ്ഞ് നോക്കുമ്പോൾ അതിനകത്ത് സുരേഷ് ഗോപി. അത് അദ്ദേഹത്തിൻ്റെ സൂപ്പർ സ്റ്റാർഡം ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന സമയമാണ്. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇത് എൻ്റെ നാട്ടിലെ പരിപാടിക്ക് അദ്ദേഹം പകൽ വരേണ്ടതായിരുന്നു, പക്ഷെ വൈകിപ്പോയപ്പോഴത്തേക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കാതെയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കേ. അപ്പോൾ പറയുന്നത്, അതെ, ഒരു പരിപാടി നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയല്ലേ, അതിൽ വൈകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും, അതെനിക്കറിയാം, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇത് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത്. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ഒരു നന്മ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത്തരം ചില നന്മകളുടെ മാത്രം ഒരു കൂടാരമായിരുന്നു ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഈ നമ്മുടെ റെജി ലൂക്കോസ് ഒരു മാതൃകാപരമായ കാര്യമാണ് ചെയ്തത്. എന്തിനാണ് റെജി ലൂക്കോസിനെ ഈ ഇവിടെ ഒരു സംഘികൾ ചീത്ത പറയുന്നത് എനിക്കറിയില്ല. റെജി ലൂക്കോസിൻ്റെ ആ പടം എടുത്ത് മാറ്റിയെന്നാണോ? അത് വലിച്ചോണ്ട് പുള്ളി ഓടി, ഡിലീറ്റ് ചെയ്തു. അല്ലാതെ ഇതല്ലാതെ തന്നെ എനിക്ക് തോന്നുന്നു റെജി ലൂക്കോസ് എല്ലാ ദിവസവും മാർക്സിസ്റ്റ് പാർട്ടിയോട് ദ്രോഹം ചെയ്യുകയാണ്. കാരണം ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന വിക്രിയകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അതുകൊണ്ട് പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ പറ്റി ആരോപണം വന്നു കഴിയുമ്പോൾ അതിലെ വിക്ടിംസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഹർഷീന എന്നൊക്കെ പറഞ്ഞു, ആ ഹർഷീന അടക്കം ഇരുന്ന് ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഈ മെഡിക്കൽ കോളേജിനെ ന്യായീകരിക്കുന്ന ഒരു സ്വഭാവമാണ് അദ്ദേഹം. ഇപ്പം മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ കാലിൻ്റെ കമ്പി കൈക്കിടുമ്പോഴായാലും, വയറ്റിൽ കത്രിക വെച്ച് നടത്തുന്നതായാലും, വിരലിന് പകരം നാവിൽ കത്തിവെക്കുന്ന കേസായാലും, അല്ലെങ്കിൽ അവിടെ ICUവിൽ അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു രോഗിയെ പെൺകുട്ടിയെ അതും കാണിക്കുന്നതായാലും, ഇതിലെല്ലാത്തിലും അദ്ദേഹം മെഡിക്കൽ കോളേജിൻ്റെ സൈഡ് പലപ്പോഴും വിക്ടിംസിൻ്റെ പ്രസൻസിലാണ്. ഈ ചാനൽ ചർച്ചയിൽ അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ തന്നെ ന്യായീകരിച്ച് സംസാരിക്കുകയും മെഡിക്കൽ കോളേജിന് എന്തെങ്കിലും ചീത്തപ്പേര് വന്നു കഴിഞ്ഞാൽ
അത് കേരളത്തിനാണ് നാണക്കേട് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ കുറേ രാജാവിനേക്കാളും വലിയ രാജഭക്തിയാണ്. എനിവേ നമുക്ക് സുരേഷ് ഗോപി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നമ്മുടെ പ്രേക്ഷകരും അതിനുശേഷം കൃസംഗിപ്പട്ടം ചാർത്തി കിട്ടിയ ഒരാളോട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഒരു കൗതുകം ഉണ്ടാവും. മാഷയുടെ വിലയിരുത്തൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ, അദ്ദേഹം ഹി വാസ് ദെയർ കോൺസ്റ്റൻ്റ്ലി സ്റ്റെഡ് ഫാസ്റ്റായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. 1-2 ഇലക്ഷനിൽ തോറ്റു. സാധാരണ ഒക്കെ പലരും വന്ന് നിന്ന് ഇലക്ഷനിൽ ജയിച്ച് ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉപേക്ഷിച്ച് ഇപ്പോൾ റായ്ബറയിലേക്ക് പോകാനാണല്ലോ നമ്മുടെ രാഹുൽ ഗാന്ധി നിൽക്കണേ, വയനാട്ടുകാരെ തേച്ചിട്ട്. അതെ, അപ്പോൾ അങ്ങനത്തെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സുരേഷ് ഗോപി ഒന്നാമത്തെ അവിടെ തന്നെ സ്റ്റെഡ് ഫാസ്റ്റായിട്ട് കോൺസ്റ്റൻ്റായിട്ട് അവിടെ തന്നെ നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് നാട്ടുകാർക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോ ഇലക്ഷനിൽ അദ്ദേഹം വോട്ട് ഷെയർ വളരെയധികം കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ അദ്ദേഹം തൃശ്ശൂർ വരുന്നതിന് മുമ്പ് ഈ പൊളിറ്റിക്സിലൊക്കെ ഇടപെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ പലരുടെയും നമ്മുടെയൊക്കെ മനസ്സ് കീഴടക്കിയിട്ടുള്ള ഒരാളാണ്. പിന്നെ ഒരു നല്ല മനുഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ്, എവിടെ ചെന്നാലും ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യാനോ സാമ്പത്തികമായിട്ടോ മറ്റു കാര്യങ്ങളോ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പേ തുടങ്ങിയേക്കുന്നതാണ്. എയ്ഡ്സ് പേഷ്യൻസ് ഒക്കെ ഒരു കാലത്ത് സ്കൂളിലെ 2 കുട്ടികളെയൊക്കെ പിടിച്ച് സമൂഹം മുഴുവൻ അകറ്റി നിർത്തിയപ്പോൾ 2 പേരാണ് ഈ കുട്ടികളെ വാരിപ്പുണർന്ന് ഉമ്മ വെച്ചു. ഓർമ്മയുണ്ടോ? ഒന്ന് മരിച്ചുപോയ നമ്മുടെ സുഷമ സ്വരാജ്, പിന്നെ സുരേഷ് ഗോപി. അതെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന വേറെ ആരും രാഷ്ട്രീയത്തിൽ കാര്യമായിട്ടില്ല, പൊതുജീവിതത്തിലില്ല, രാഷ്ട്രീയത്തിലൊന്നുമില്ല. അതെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡിസ് ഓവർവെൽമിങ് സപ്പോർട്ടായിരുന്നു. എത്ര പ്രാവശ്യം ഇവിടെ വന്നു? 3 പ്രാവശ്യം വന്നു. അതേപോലെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ഇൻഡയറക്റ്റായിട്ട് തൃശ്ശൂരുകാർക്ക് ഒരു സൂചന കൊടുക്കുകയാണ്, ഇദ്ദേഹം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി, ഇദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് വേറെ BJP-ക്കാരൊന്നും അധികം ഇല്ലല്ലോ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അതെ. അപ്പോൾ എന്തായാലും സുരേഷ് ഗോപിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സ്ഥാനം കൊടുക്കും. കേന്ദ്രത്തിൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ട് അദ്ദേഹത്തിന് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് ജനങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലായിരുന്നു. ഇപ്പോൾ നമുക്കറിയാമല്ലോ, മുരളീധരൻ്റെ സങ്കടവും വിലാപമൊക്കെ ഇതാണ്. സുരേഷ് ഗോപിക്ക് മോഡി വന്നു, എനിക്കാരും വന്നില്ല എന്നും പറഞ്ഞിട്ട് ഉള്ള ഒരു എന്തൊരു പുച്ഛമായിരുന്നു അയാൾക്ക്. കാരണം ഒരു രാഷ്ട്രീയ പ്രവചനം അയാളെന്ന് മനഃപൂർവ്വം പറഞ്ഞാണ്. കാരണം ആ ബഹുമതിക്ക് അർത്ഥമില്ലാത്ത, അർഹനല്ലാത്ത ഒരാൾ വ്യക്തിത്വമാണ്. കാരണം സ്വന്തം അച്ഛനെ ചതിച്ചു, സ്വന്തം സഹോദരിയെ ചതിച്ചു, 3 പാർട്ടികളുടെ പ്രസിഡന്റായി, DIC, NCP, കേരളത്തിലെ കോൺഗ്രസ് അധ്യക്ഷനായി. അങ്ങനെ അനവസ്ഥ എന്തു വേഷവും കെട്ടാൻ തയ്യാറുള്ള ആ മനുഷ്യൻ പറഞ്ഞത് സുരേഷ് ഗോപി വേണം ബാങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കട്ടെ. അതെ, ബാങ്കിൽ ആരോ പറഞ്ഞു ബാങ്കിൽ പോയിട്ട് വേണം അക്കൗണ്ട് തുറക്കാമെന്ന്. വേറെ ആരോ താമര വിരിയോന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞത് പാടത്തോ തോട്ടിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ താമര വിടർന്ന കാണാൻ. ഒരു പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ അർഹിക്കുന്ന പരാജയമാണ്. അതായിരുന്നു ഈ മുരളീധരനെ പറ്റി ഏറ്റവും വലിയൊരു പരാജയം അതായിരുന്നു. ഹി ഫെയിൽഡ് ഇൻ എസ്റ്റിമേറ്റിംഗ് സുരേഷ് ഗോപി. ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അഹങ്കാരിയാണ്, അഹങ്കാരി. വാസ്തവത്തിൽ ഈ സുരേഷ് ഗോപിയുടെ അവിടെ എന്ത് അംഗീകാരം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നതിൽ ഈ മുരളീധരൻ തീർത്തും പരാജയപ്പെട്ടു. അത് ഈ ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അതൊന്നും ഒരു ഐഡിയ കിട്ടണല്ലോ. അത് 75,000 വോട്ടിന്. അപ്പോൾ അങ്ങനത്തെ ഒരു വിജയം. പിന്നെ വേറൊരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോപിയുടെ ഒരു സിമ്പതിയും ആൾക്കാർക്ക് വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ടാർണിഷ് ചെയ്യാനായിട്ട് വളരെയധികം ടാർഗറ്റഡ് അറ്റാക്ക് ആയിരുന്നു. അതായത് ഒരു മാധ്യമപ്രവർത്തകർ ഒന്ന് തൊട്ട് സംസാരിച്ചെന്നും പറഞ്ഞ ഉടനെ പെണ്ണുപിടുത്തം ആക്കി അതങ്ങോട്ട് ചിത്രീകരിച്ചു. അതിലൊക്കെ കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ട് സഖാക്കളും സുഡാപ്പികളും കമ്പൈൻഡ്. ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപിക്ക് കടപ്പടം ഉണ്ടാവേണ്ടത് മാധ്യമം, പത്രം, മീഡിയ 1, ദേശാഭിമാനി, ഈ 3 പേരോടാണ്. അതൊക്കെ എന്തുമാത്രം ടാർണിഷ് ചെയ്തോ അതെല്ലാം ബൂമറാങ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നവർക്ക് തന്നെ കേടുവരുന്ന രീതിയിൽ അവർക്ക് ബോധമില്ല അല്ലേ. CPM-കാരുടെ ഒരു ശൈലിയാണ്. ഒരുത്തൻ വളർന്നു വന്ന അവനെ ഒരു പെണ്ണ് കസി. പഴയ സന്ദേശ സിനിമയെ പറഞ്ഞത് ആ സിനിമ ഇപ്പോഴും പ്രസക്തമാണ്. ശ്രീനിവാസന്റെ ഒരു സ്ക്രിപ്റ്റ് എത്ര ക്രാന്തദർശിത്വമാണ്. ഒരാൾ ഉയർന്നു വന്നാൽ അവനെ പെണ്ണ് കസിപ്പെടുത്തുക. സന്ദേശം പഴകിയാലും CPM ഉള്ള കാലത്തോളം അതിന്റെ സന്ദേശം നിലനിൽക്കും. പക്ഷേ സന്ദേശം നിലനിൽക്കുന്ന അത്രയും നാൾ CPM നിലനിൽക്കും എന്നുള്ളതാണ് പ്രശ്നം. കാരണം ബംഗാളിലെയും ത്രിപുരയിലേക്ക് ആ ഒരു ചരിത്രകൂടെ അധികം താമസിയാതെ വരും എന്നുള്ളതാണ്. ഇപ്പോൾ 15 സീറ്റിൽ ഇടതുപക്ഷത്തിന്റെ 15 സീറ്റിൽ BJP 1ാം സ്ഥാനത്താണ്. അതെ, ആയിരക്കണക്കിന് വോട്ടുകൾക്ക് മുന്നില്ല. പിന്നെ CPM-ന്റെ
നിലനിൽപ്പ് അല്പം പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ പെണ്ണ് കേസ് എന്നും പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിനെ കുറ്റം പറഞ്ഞു. പിന്നെ വേറൊരു കുറ്റം പറഞ്ഞത് അവിടെ ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ കിരീടം കൊടുത്തതിൽ ചെമ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതും CPM ആയിരുന്നു. CPM-കാരനായ ഒരു കൗൺസിലറാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അത് തന്നെ. അപ്പം അത് എന്താ അത് ഈ ചെമ്പ് ചേർക്കാത്ത സ്വർണം പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം താറടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഏർപ്പാടുകളായിരുന്നു. അപ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെ അത് തിരിച്ചടിക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ ഇത്രയും വലിയൊരു 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സങ്കല്പിക്കാത്തതാണ്. ഈവൻ അദ്ദേഹത്തിൻ്റെ ആരാധകർ പോലും ഇത്രയും പ്രതീക്ഷിച്ചു. ക്രിസ്ത്യൻ വോട്ടുകൾ നല്ല രീതിയിൽ സുരേഷ് ഗോപിക്ക് വീണു. നല്ലപോലെ വന്നിട്ടുണ്ട്. അതായത് ഗുരുവായൂർ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലത്തിലും മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ് ഗുരുവായൂർ മണ്ഡലം. ഗുരുവായൂർ ഒഴികെ ബാക്കി 6 മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി ലീഡ്. സുരേഷ് ഗോപി അതെ, സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യൻസിനെ നല്ല പോലെ സപ്പോർട്ട് കിട്ടിയിരുന്നു, ഒരു സംശയമില്ല. പിന്നെ അത് തന്നെയല്ല, അത് നിലനിൽക്കണ ലക്ഷണമാണ്. അതിനൊരു മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഏരിയയിലെ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് സുരേഷ് ഗോപിക്കും ഒക്കെ അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ പിന്നെ വേറെ ക്രിസ്ത്യൻസിനോ യാതൊരു പ്രോബ്ലം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രജാദൈവങ്ങൾക്കും എൻ്റെ ഈശ്വരന്മാർക്കും പിന്നെ എൻ്റെ ലൂർദ് മാതാവിനും. അതെ 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 അതെ, അത് വളരെ ലോങ് ലാസ്റ്റിംഗ് ഒരു ബന്ധമായിരിക്കും. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി തിരിച്ചു വന്നാൽ ഉറപ്പായി വടക്കുന്നാഥിൻ്റെ അടുത്തും പോവും, ലൂർദ് മാതാവിനെ കാണാൻ തീർച്ചയായിട്ടും പോകും. തീർച്ചയായിട്ടും. ഏതായാലും നമുക്ക് അഭിമാനിക്കാം, കേരളത്തിന് ഒരു ക്യാബിനറ്റ് മന്ത്രി സുരേഷ് ഗോപിയെ പോലെ ഒരു മനുഷ്യനെ, രാഷ്ട്രീയക്കാരനെയല്ല. സുരേഷ് ഗോപിയെ രാഷ്ട്രീയക്കാരനായി ഇപ്പോഴും ആളുകൾ കാണുന്നില്ല. മനുഷ്യൻ, ഈസ് എ ഹ്യൂമൻ ബീയിങ്. ഒരു മനുഷ്യനെ നമുക്ക് ഒരു മന്ത്രിയായി കിട്ടുകയാണ്, വലിയ സന്തോഷമാണ്. ഏതായാലും നാളെ വൈകുന്നേരം അദ്ദേഹം, നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് തിങ്കളാഴ്ച കേരളത്തിലെത്തുമായിരിക്കും. ഒരു ദിവസം നമ്മുടെ ഫ്ലോറിലും സുരേഷ് ഗോപി വരും. മറ്റൊന്നുണ്ടെങ്കിൽ മാഷുമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം, നോക്കാം നമുക്ക്. ഏതായാലും സുരേഷ് ഗോപിക്ക് നമുക്ക് എല്ലാ ആശംസകളും നേരാം. തൃശ്ശൂരിലെ വിവേകമതികളായ വോട്ടർമാരോട് തോമസ് മാഷിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പ്രത്യേകം നന്ദി പറയാനുണ്ട്, അത്രേ ഉള്ളൂ. ഒറ്റ വാക്കുള്ളൂ, നന്ദി.